അതേപോലെ എനിക്ക് സാധനം കൂടി ഒന്ന് അയച്ചോ. അന്ന് എല്ലാ മാസം ലോൺ അടയ്ക്കാൻ മെസ്സേജ് ചെയ്യുന്ന ലോണിന് പറ്റാതെ അന്ന് പോയി അയച്ചേ. എനിക്ക് നിൻ്റെ കാല് പിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എനിക്ക് വേറെ ഏതെങ്കിലും ഒരു സ്റ്റാഫിനെ റെഡിയാക്കി താന്ന് പറയുന്നത്. എത്ര ദിവസമായി നിന്നോട് ഞാനൊരു 15 മാറ്റിയിടാൻ പറയുന്നത്. ഒരാഴ്ച എൻ്റെ പുറത്തായില്ലേ, 10 ദിവസം പോലെ കണ്ടായില്ലേ ഞാൻ അതൊന്ന് മാറ്റിയിടെന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ എടുത്തു പോവുകയുടെ അതുകൊണ്ടാണ്. അപ്പോൾ ഇനി അതൊന്നും മാറ്റിയിടുക, അല്ലെങ്കിൽ എനിക്ക് വേറെ ആരും സ്റ്റാഫിൻ്റെ ആരെങ്കിലും നമ്പർ ഇതാ, അല്ലെ മാനേജർതായാലും കുഴപ്പമില്ല. ഇത്തൂസ് ബാങ്കിൽ വിളിച്ചത്, അത് നിനക്ക് മനസ്സിലാവില്ല. നിനക്ക് ഭാരപ്പെട്ട പണി മനസ്സിലാവേണ്ട സമയത്ത് ഞാൻ ബാങ്ക് ഓർക്ക നിനക്ക് ഏൽപ്പിച്ച് തരും. അപ്പം നീ എൻ്റെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽ അന്വേഷിച്ചാൽ മതി. കൂയ് കൂയ് എനിക്കെന്ത് ലോൺ നമ്പറാന്നതപ്പാ. കുയ് 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 കുയ്. ഹായ് ചേച്ചി, ഹായ്. ഇതൊക്കെ OTP ആണല്ലോ. ഓണത്തിന് എന്താ പരിപാടി? ഓണത്തിന് ടൂറ് പോകുന്നു. ഇത്ത എന്താണ് ഓരോ ഡ്രസ്സ് എടുക്കാൻ ആണല്ലോ ഷോർട്സ് എടുക്കുന്നത്. അത് ഞാൻ കുറച്ച് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഓൺ കളക്ഷൻ എടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ട്രയൽ റൂമിൻ്റെ അതൊന്ന് ട്രയൽ ചെയ്തത് 1-2 എനിക്ക് ഇഷ്ടമാവുന്നത് ഞാൻ ഇതാക്കും. ചിലത് എടുക്കുകയും ചെയ്യും കേട്ടോ. ട്രയൽ റൂമിൽ നിന്ന് ഇതിൽ റിലീസാവാത്ത 2 എണ്ണമാണ് ഞാൻ എടുത്തത്. അത് ഞാൻ അല്ലാതെ ലെങ്ത് വീഡിയോയിലിടും. OTP എനിക്ക് ബാങ്കിലൊരു പയ്യനുണ്ട്. ഞാൻ വാങ്ങാന്ന് പറഞ്ഞാൽ ഓൻ തേങ്ങാന്ന് ചെയ്യും. രാവിലെ തൊട്ട് ഓട്ടോ ഓടി ഇപ്പൊ ഇവിടെ ജസ്റ്റ് വീട്ടിൽ കയറിയിട്ടത്. ഒരു കാര്യം ചെയ്തോളെങ്കിൽ ജസ്റ്റ് 2 OTP ഇപ്പം പറഞ്ഞു ഞാൻ ഇപ്പം ചെയ്തു. ഞാൻ നിന്നൊന്നും പറയാതിരിക്കുന്നത് നിനക്ക് ഇത്തിരി എളുപ്പം കൂടുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇതിലേക്ക് എന്താ ഓണത്തിനെടുക്കുന്ന ടോപ്പ്, അതാണ് ഇഷ്ടപ്പെട്ടത്. അതൊക്കെ ഓണത്തിൻ്റെയൊക്കെ ഇപ്പം എപ്പോഴോ ഞാൻ ഇട്ട്. ആ റോസല്ലേ, അതൊക്കെ ഞാൻ ഇട്ട്. റോസ് ഇട്ടായിരുന്നു. പിന്നെ ഒരു ഗ്രീന് മേടിച്ചു. പിന്നെ ഒരു ബ്ലൂ കളർ മേടിച്ചു. ഇന്നലെ മിനിയാന്ന് പോയിട്ട് ഒരു 5000 അതിന് ഡ്രസ്സ് എടുത്തു. അതിലുള്ളതാണ് കേട്ടോ ഇതൊക്കെ. ഒരുപാട് 2 പീസും ഒക്കെ മേടിച്ചിട്ടുണ്ട്. നല്ല കമ്മൽ, എല്ലാവരും പറയും നല്ല കമ്മൽ. ഞാൻ ബാങ്കിൽ ഓനോട് FD ഒരു 15 ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനത് ഇട്ടിട്ടില്ല. അവനെ കൊണ്ട് അത് ഇടിപ്പിക്കുകയാണ്. ഹായ് ഡിഡി, ഹായ് ജസ്ന, ഹായ്, ഹലോ. മെസ്സേജ് ഇട്ട് മടുത്തു ഞാൻ. ഓ തലേ കണ്ടില്ല, തലേ ഞാൻ തല കുത്തനെ നിൽക്കും എന്നുള്ളത് തലക്കറിയില്ലേ? തലേ ഭയങ്കര മെക്കിട്ട് കയറുക. ഒരു OTP ഒന്ന് പറഞ്ഞു കൊടുത്താലിട്ട് എന്നാൽ ഞാൻ ഫ്രീ ആയി.
ബാങ്കിലെ പയ്യനെ പാവം പേടിപ്പിച്ച് നിർത്തിയ. പഴയ ഡ്രസ്സ് കൊടുക്കുന്നുണ്ടേ പറയുന്നു പറയാൻ. എൻ്റെ പൊന്നാര മോളെ, ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ഇട്ട് എത്രയോ ഡ്രസ്സ് ഉണ്ട് എനിക്ക്, ഇടാനിപ്പോൾ ഇല്ല, ഞാൻ തടിച്ചതുകൊണ്ട്. എന്നിട്ടിപ്പോൾ പുതിയത് വാങ്ങേണ്ട അവസ്ഥ. ഇത്തവണ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഇനിയൊരു ക്ഷമ നീ പ്രതീക്ഷിക്കരുത്. നാളെ എനിക്ക് മറ്റേതൊന്ന് പറഞ്ഞു തരണേ. ചേച്ചി, ഗുരുവായൂർ നടയിൽ നടന്ന സംഭവം അറിഞ്ഞില്ലേ? ലേറ്റസ്റ്റ്. ഓ, അറിഞ്ഞു. കാരണം ഗുരുവായൂർ എന്ത് വരുമ്പോഴും ആദ്യത്തെ പേര് ജസ്ന സലീം എന്നാണല്ലോ പറയുക. അപ്പം ഞാൻ നല്ലോണം അറിഞ്ഞു. ആ പല്ലിൻ്റെ വിടവ് കാണാൻ എന്തു ഭംഗിയാണ്. എന്നാ കണ്ടോണ്ടിരുന്നോ. അരുൺ പോയോ? അരുണ് ഇപ്പം പറഞ്ഞേ. ഇല്ലെങ്കിൽ നിന്നെ ഡിസ്മിസ് ചെയ്ത ലെറ്റർ ഞാൻ അങ്ങോട്ട് അയ്യോ തെറ്റിപ്പോയി. ഇല്ലെങ്കിലേ നിന്നെ ഡിസ്മിസ് ചെയ്ത നോട്ടീസ് ഞാൻ HDFCയിലേക്ക് കൊണ്ടുതരണോ, അല്ലെ നീ വീട്ടിൽ വന്ന് വാങ്ങുമോ എന്നുള്ളതും കൂടി ഒന്ന് പറയണേ. DTDC എന്നെ വായിൽ. അപ്പം ഇനി നമ്മളെ കാര്യത്തിലേക്ക് കിടക്കുക. ഇവനോട് കുറേ ആയി ഞാനൊരു 15 മാറ്റിയിടാൻ പറയുന്നു. മാറ്റിയിടാണ്ട് നിൽക്കുമ്പം എനിക്ക് ഇഷ്യൂ ആണ്. ആ പല്ലിൻ്റെ വിടവ് തന്നെയാണോ ഉള്ളൂ? നിൻ്റെ മകനും മകളും കാണുന്നില്ലേ നീ അരുണിൻ്റെ കൂടെ ജീവിക്കുന്നത്? നിൻ്റെ മക്കളുടെ ഭാവി ഓർക്കുന്നുണ്ടോ? 1 സെക്കൻഡ് മിസ്റ്റർ സഞ്ജു, 1 സെക്കൻഡ്. യുവർ വോയിസ് ഇങ്ങോട്ട് തലയിടരുത്. നിന്റെ മക്കൾ കാണുന്നില്ലേ നീ അരുണിന്റെ കൂടെ ജീവിക്കുന്നത്? കാണുന്നുണ്ടോ? ഉണ്ടല്ലോ, കണ്ണിന് പ്രശ്നമൊന്നുമില്ലല്ലോ. കണ്ണിന് ഓർക്ക പറയും. കണ്ണിന് പ്രശ്നമൊന്നുമില്ല, കാണുന്നുണ്ടല്ലോ കേട്ടോ. നിന്റെ മക്കളുടെ ഭാവി നീ ഓർത്തോ? അത് ഞാനാണ്. നിന്റെ ഭാവി എന്താണ്? നിന്റെ ഭാവി പരിപാടി എന്താ? ഓർക്ക പറയും. മറ്റേത് പ്രിയ മറ്റോന്റെ കഴുത്തിന് പിടിച്ചിട്ട് പറയെന്ന് ഓരോ മന്തി തിന്ന് ഒരു ലൈമും കുടിച്ച് തിരിച്ചു വരാം. അപ്പൊ നിങ്ങൾക്കറിയാം. ഇപ്പൊ മനസ്സിലായേ? ഞാനും അരുണും തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്ന എന്റെ മക്കൾ കണ്ടോണ്ടിരിക്കുകയാണ്. കണ്ടു കട്ടായിപ്പോയി. അപ്പൊ അവനുള്ള മറുപടി കൊടുത്തേ. അപ്പോൾ ഓനെന്താ മക്കൾ കാണുന്നില്ലേ എന്നുള്ളൊരു ടെൻഷനല്ലേ. മക്കൾ കണ്ട് ഓനക്കാകെ ഇരുന്നേനെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമോ? എടാ, എനിക്ക് ഏതെങ്കിലും എൻ്റെ ഒരു റീൽസിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നിട്. എനിക്ക് ഈ ചാനൽ അല്ലാതെ അടിച്ചാൽ കിട്ടൂല. വേണേ ജസ്റ്റ് ഞാനൊന്ന് നോക്കാം കിട്ടുമോന്ന്. ഇതും അതും ഒന്നൊക്കെ കേട്ടോ. കിട്ടുകയാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. എന്നോട് സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വരിക ഓരോരുത്തർ. പിന്നെ ഓല ഈ അയൽവക്കത്തേക്ക് കാണാറില്ല. എങ്ങനെയാ കൊച്ചേ? ഇതിനെന്താണ് കൊടുക്കാന്ന്? ഇതിലേതാണ്? ഈ ആനക്കുട്ടി ഉള്ളതാണോ ചാനൽ? ഒന്ന് പറ.
അവിടെ പോയി ഞാൻ ഇപ്പോഴാണ് താഴോട്ടാക്കിയത്. മോളെ ആനക്കുട്ടി ഉള്ളതാണോ ചാനൽ? മറുപടി തരൂ. അതെ, സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നു. മിഠായി തന്നെ, മിഠായി താ, മിഠായി താ, മിഠായി താ. ഇനി അപ്പീലില്ല, മുട്ടായി തന്നിട്ട് ഇനിയും വർത്താനം പറഞ്ഞാൽ മതി. ഇപ്പോൾ എപ്പോഴുമുണ്ടോ? എപ്പോഴും ഉണ്ടോ? എന്ത് കുരിശ് വരയ്ക്കുന്നത്? ഞാൻ പോകല്ല പാത്തുവോ. ഇതല്ലത് ചേച്ചിയെ, ഈ കഥ പറയുന്നതിൻ്റെ ഇടയിൽ കൂടി ഞാൻ കമൻറ്റ് വായിക്കാൻ വിട്ടുപോകുന്നതാണ്. ലാമ്യത മറ്റേ ഇത് കൊണ്ട് വന്നിക്കുക 200 പേജിൻ്റെ ബുക്കിൽ ഒരു അല്ല ഇത്താ പാട്ടാണോ? ഇടാതെ വെച്ച ഡ്രസ്സ് ഉണ്ടെങ്കിൽ കളയണ്ടാട്ടോ. ഞാൻ ഞാനൊരു ഡ്രസ്സ് നിനക്ക് തരുന്നുണ്ടെങ്കിൽ ബേജാറായല്ലോ പോയാ കേട്ടോ. എനിക്ക് ഞാൻ തടി കൂടിയതിന് ശേഷം ഡ്രസ്സുകളൊക്കെ ഞാൻ മാറ്റി വെച്ചതാണ്. അപ്പോൾ ഓരോരോ ഡ്രസ്സിനോടും ഓരോരോ അറ്റാച്ച്മെൻറ്റാണ് എനിക്ക്. ചിലപ്പോൾ ഈ റോഡ് സൈഡിൽ കൂടെ പോകുമ്പോൾ പെട്ടെന്ന് കണ്ണ് കുരുങ്ങിയിട്ട് വാങ്ങുക, കളറ് കണ്ട് വാങ്ങുക. ചിലത് മക്കൾ ഇഷ്ടപ്പെട്ട് വാങ്ങുന്നത്, ചിലത് അമ്മ അപ്പം അമ്മ വരും. അമ്മ പറഞ്ഞിട്ട് ഒരു ഡ്രസ്സ് എനിക്കിവിടെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറത്ത് വേറെ ചുരിദാർ 3 കളർ എടുത്തുപോലെ എനിക്ക് ഇഷ്ടമുള്ള കളറ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അത് ചുരിദാറും കൊണ്ടിട്ട് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ അമ്മ മേടിച്ചിരുന്നത്, വരുണ് മേടിച്ചിരുന്നു, ഉമ്മ മേടിച്ചിരുന്നു, വാപ്പ ഓരോ ഡ്രസ്സിനും ഓരോരോ പേരുകളാണ്. അതാണ് മോളെ. എന്തായാലും ഞാൻ നിനക്കൊരു ഡ്രസ്സ് തരുന്നുണ്ട്, നീ ബേജാറാവല്ല കേട്ടോ. പക്ഷെ ഞാൻ തരുന്നതിന് കയ്യും കാലും ഒന്നും ഉണ്ടായിരുന്നു വരൂലേ, കയ്യൊക്കെ നെറ്റായിരിക്കും. ഞാൻ ഇടുന്ന ചില ഗൗണുകളൊക്കെ കണ്ടുകല്ലോ, കയ്യൊക്കെ നെറ്റായിരിക്കും. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. മൂക്കിൽ സ്റ്റഡ്. യെസ്, മൂക്കിൻ്റെ ഇപ്പുറത്തു കൂടെ കുത്തണം എന്നുണ്ടായിരുന്നു. പിന്നെ ഈ റോഡ് സൈഡിലുള്ള കാക്കാത്തിനെ പോലെ ആയി പോവോന്നൊരു സംശയം. ഇല്ല ചേട്ടനും ഇല്ല ആ ഒരു സംശയം. അങ്ങനെ കുത്താണ്ടിരുന്ന അനീഷേ ഉണ്ടടാ, സത്യമായിട്ടുണ്ടടാ. നിന്റെ അമ്മക്ക്, നിന്റെ അമ്മൻ്റെ എൻ്റെ അപ്പ എങ്കിട്ടുണ്ട് പോയേ. നിന്റെ അമ്മേൻ്റെ ബ്രാൻഡി കുപ്പി നിന്റെ അച്ഛൻ കുടിച്ചു തീർത്തേ. മാളവിക പേര് പറയുമോ പ്ലീസ്? മാളവിക എന്നല്ലയോ? ആ മാളവിക പേര് പറയുമോ പ്ലീസ്? ഓക്കെ. കാതിലെന്താ മാറാല കിട്ടി? ഓ ആ സേ വാട്ട് എ വണ്ടർഫുൾ കോമഡി. കാതിൽ മാറാല, ഇത് മാറാത്താലയാ, മാറാല അല്ല. ഞാൻ 2 ദിവസമായി ലൈവിൽ വരാത്തത്. ഒരു മനുഷ്യൻ പോലും എന്നോട് ചോദിച്ചില്ലല്ലോ നിങ്ങൾ ഇന്നലെ എന്തേ ലൈവിൽ വരാഞ്ഞെന്ന്. ആർക്കറിയണല്ലേ ഞാൻ ലൈവിൽ വരുന്നുണ്ടോ ഇല്ലയോന്ന്. ഇളകി നിൽക്കുകയാണോ? ആടാ ഇളകിക്ക് അങ്ങ് ഉതിരട്ടത്തുണ്ടോന്ന് ആളുണ്ടോ എൻ്റെ കൂടെ? ഇവിടെ ചില നെഗറ്റീവാണ്, അത് പൊട്ടിച്ചിന്ന നാളാമി. ഓവറാക്കല്ലേ, അതാ എനിക്കും നിന്നോട് പറയാനുള്ളത്. മുസ്ലിം ഓവറാക്കല്ലേ, ഇതെൻ്റെ ലൈവ്.
237 ആൾക്കാർ കാണുന്ന ലൈവ്, വെറും 39 ലൈക്ക് കിട്ടിയ ലൈവ്. ആ ലൈവിൽ ഞാൻ ഓവറാക്കിയാൽ തനിക്കെന്താ? ഇത് ഞാനല്ലേ ഇവിടെ എന്താ പറയുക മെയിനായിട്ടുള്ള ആള്. കല്യാണപ്പരെ പോയ പെണ്ണ് മെയിനാന്ന് പറഞ്ഞതിൻ്റെ അതിരി എന്തോ ഒരു സത്യത്തിൽ ചോദിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ നിന്നെ കാണുമ്പോൾ എനിക്ക് എന്തൊക്കെ തോന്നുന്നു മോനെ. ഈ എന്തൊക്കെ തോന്നുന്ന സമയത്ത് നീ എന്നാ ചെയ്താൽ മതി എന്നറിയോ? നിൻ്റെ വീട്ടിലോ നിൻ്റെ നാട്ടിലോ നിൻ്റെ നാട് പ്രദേശങ്ങളിലോ ആയിട്ട് ഈ മുരുക്ക് മരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട്. അപ്പം ഈ എന്തോ ആവുന്ന സമയത്ത് നീ മുരുക്കിൻ്റെ മുകളിലോട്ടൊന്ന് കയറിയിട്ട് കായ് വിട്ട് തായോട്ട് നിന്നും പോരുക. എന്തോ പോലെയുള്ള എല്ലാ പ്രശ്നങ്ങളും, അത് എന്നെ കാണുമ്പം മാത്രമല്ല നിൻ്റെ അമ്മേനെ കാണുമ്പോഴുള്ള എന്തോ പോലെയുള്ള ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, എന്തോ പോലെയുള്ള. നിൻ്റെ അമ്മേനെ കാണുമ്പോൾ നിനക്ക് അങ്ങനെ തോന്നാറില്ലേ? അതും അങ്ങ് മാറിക്കിട്ടും. എവിടെയെങ്കിലും മുറിവോ ചതവോ അങ്ങാൻ വന്നാൽ അതിൽ കുറച്ച് മുളക് പൊടിയോടി ഇട്ടാൽ മതി. എന്നാൽ പിന്നെ നീ ഇപ്പം പറഞ്ഞാൽ എന്തോ പോലെയുള്ള മാറിക്കിട്ടും കേട്ടോ. നിൻ്റെ അമ്മേനോടും തോന്നാറുണ്ടാവും എന്തോ പോലെ. ഒരു മാല ഇങ്ങ് തരുമോ? എൻ്റെ മാമൻ്റെ മോനൊന്നല്ലല്ലോ ചോദിച്ചേ. മാമൻ്റെ മോനൊക്കെ ആയിരുന്നു ചോദിച്ചെങ്കിൽ ഞാൻ തന്നേനെ. കണ്ട ആണിൻ്റെ കൂടെ നിൽക്കാൻ നാണമില്ലേ? ഇല്ലായിട്ടാ. ഈ കണ്ട ആണാരാണാവും? അതുകൂടി പറ. ആളാരാണാവോ? അതുകൂടി ഒന്ന് പറഞ്ഞു കേട്ടോ നിങ്ങൾ. ഞങ്ങളാരും അമ്മനെ കാണുമ്പോൾ ഇതുപോലെ തോന്നാറില്ല. നിന്നെ എടാ എന്നെ കെട്ടിയിട്ടു ഇതാക്കിയുണ്ടല്ലോ നിൻ്റെ അച്ഛനുണ്ടല്ലോ, ജയശ്രീറാം എന്ന് പറഞ്ഞ ചേട്ടൻ്റെ അച്ഛനുണ്ടായിരുന്നല്ലോ, അച്ഛനായിരുന്നു. അതെനിക്കറിയില്ലായിരുന്നു. നിൻ്റെ അച്ഛൻ കേസൊക്കെ ആയിട്ട് നടക്കുമ്പോൾ നിന്നോടത് പറഞ്ഞില്ല? അത് നിൻ്റെ അച്ഛനാടാ. ഞാൻ പറയണം അതാരാണെന്നുള്ളത്. ഞാൻ പറഞ്ഞു അത് ജയശ്രീറാമിൻ്റെ അച്ഛനാണ്. സത്യോ? ചക്കര എന്തുണ്ട് വിശേഷം? സുഖം തന്നെ. അതെ സുഖം തന്നെ. ഉണ്ണിക്കണ്ണനെ ഇനിയും വരക്കണം കേട്ടോ, തീർച്ചയായിട്ടും. കണ്ണനെ അല്ലാതെ ഞാൻ ആരെ വരയ്ക്കാനാ? എനിക്ക് ഇത്ത ഇല്ല. ഓ അങ്ങനെ ഇത്ത ഇല്ല. ഞാൻ വിചാരിച്ച എനിക്ക് ഞാനില്ലാതെ ചോര അല്ലെങ്കിലും സ്വന്തം ഇത്ത ആയിട്ട് ഞാൻ കാണുന്നു. അതാണ് ലൈവിൽ. ഡ്രസ്സ് മറക്കില്ല. എടി കൊച്ചു കള്ളി, അഭിനയിക്കാൻ നന്നായിട്ട് അറിയാല്ലേ? എടാ ശ്രീരാമേ, ഞാൻ ഈ കമന്റ് വായിക്കുന്നില്ല, പക്ഷെ മറുപടി ഞാൻ തരാം. ഈ പൊന്തൂല എന്നുള്ള കാര്യം നീ എങ്ങനെ അറിഞ്ഞുടാ കൊച്ചു കള്ളേ? വക്കീലിൻ്റെ കേസ് എന്തായി അത് പറ. അത് ഗുമസ്തനോട് ചോദിക്കേണ്ടി വരും. വക്കീലിൻ്റെ കേസ് എന്തായിരുന്നു? നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ അതിന് റിപ്ലൈ പ്രതീക്ഷിച്ചാണ് ഇടുന്നത്. അതിന് പ്രതികരിക്കാതിരുന്നാൽ മതി. പക്ഷെ ചിലതിന് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രതികരിച്ച് പോകണ്ട ബായ്. അതാണ് ഞാനുണ്ടല്ലോ ഉറക്കം ഇങ്ങനെ നമ്മുടെ മെസ്സേജുകളൊക്കെ ഉറക്കം ഇങ്ങനെ വായിക്കാതെ ഇരിക്കുന്നതിന് തന്നെ കാരണം അതാണ്. ഇവരെന്തുവാ വായിക്കുന്നതെന്ന് പിടുത്തം കിട്ടൂല. നമ്മൾ വായിച്ചാലല്ലേ മനസ്സിലാവുള്ളൂ. നമ്മൾ ഉറക്കം വായിക്കുമ്പോൾ ഇത് തെറിയാണോ തോന്നിയാതാണോ നല്ലതാണോ എന്ന് മനസ്സിലാക്കി എടുക്കണ്ടേ? അതിന് ഭയങ്കര ഒരു കാരണമാണ്. ഞാൻ കുറേയൊക്കെ വേണ്ടിയതാണ്, വേണ്ടാതാണ്.
ജസ്റ്റ് ഞാൻ എനിക്കൊരു മെസ്സേജ് തരൂ. എന്ത് മെസ്സേജാ? എന്നൊരു വക്കീലും പിടിച്ചിട്ടില്ല കുഞ്ഞേ. നിന്റെ അമ്മേനെ ആയിരിക്കടാ പിടിച്ചത്. അമ്മേനോട് പോയി ചോദിക്കടാ എന്തായിന്ന്. ഇപ്പൊ വക്കീലന്മാര് പിടിയും തുടങ്ങിയോ? അറിയില്ലായിരുന്നു. ഇപ്പൊ ഒരു പാട്ട് പാടുമോ? പാടാൻ പറ്റിയ സാഹചര്യം. അരുൺ ഒഴിവാക്കിയാൽ ഞാൻ നോക്കിക്കോളാം. സത്യമായിട്ട് പരമാർത്ഥം ഉറപ്പാണെ നമ്പർ ഇങ്ങോട്ട് അയക്കീന്നേ. അരുൺ ഇന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഭണ്ഡാരത്തിൻ്റെ അടുത്ത് നിന്ന് പോയി കിട്ടിയാ മതിന്ന്. നീ നമ്പർ അയക്കടാ, ഞാൻ വിളിക്കുക. എൻ്റെ പേര് വിളിക്കോ. എൻ്റെ പേര് അതുല്യ. എൻ്റെ കർത്താവേ, അതൊരാളുടെ ഞാൻ പറയുന്നില്ല. എൻ്റെ കയ്യിൽ പൈസ കുറവാണ്. കൃഷ്ണൻ്റെ ഫോട്ടോ എനിക്ക് വില കുറച്ച് തരുമോ? ഓക്കെ, ഞാൻ വില കുറച്ച് തരാം. പക്ഷെ നീ കൃഷ്ണൻ്റെ ഫോട്ടോൻ്റെ സാധനം മേടിക്കുന്ന ഷോപ്പിൽ നീ വരണം. ഞാൻ സാധനം മേടിക്കുന്ന സമയത്ത് ഞാൻ അവരോട് പറയും എൻ്റെ കയ്യിൽ പൈസ കുറവാണ്, സാധനം എനിക്ക് തരണം എന്ന് പറയും. അപ്പം അവരെനിക്ക് സാധനം തരുകയാണെങ്കിൽ നിനക്ക് ഞാൻ കൃഷ്ണനെ ഫ്രീ ആയിട്ട് വരച്ച് തരാം. അവർ സാധനം റെഡി പൈസ കൊടുത്ത് തന്നെ അവർ വേണമെന്ന് പറഞ്ഞാൽ നിനക്ക് റെഡി പൈസ തന്നെ തരേണ്ടി വരും. വരാൻ തയ്യാറാണെങ്കിൽ നാളെ തന്നെ വന്നോളൂ കോഴിക്കോട് മിഠായി തെരുവിലേക്ക്. ഓക്കെ? നീ എന്തുവാണ് അമ്മി? എന്തെങ്കിലും ഒരു തമാശ അങ്ങോട്ടോ ഇങ്ങോട്ടോ പറയുമ്പോഴേക്കും അത് സീരിയസ് ആക്കുക, അങ്ങോട്ട് എടുക്കുക. എനിക്ക് അങ്ങനത്തെ പിള്ളേരെ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ പല തമാശകളും പറയും. അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള ഇതിൽ കാണുക. നിന്റെ ഒരു ഫാനാണ് ഞാൻ. എന്നോട് കഥ പറയും. എടാ ഇവിടെ എല്ലാ റൂമിലും ഫാനുണ്ട്. പിന്നെ നിന്നെ എനിക്കൊരു ഫാനാക്കേണ്ട ആവശ്യമില്ല. AC ഉണ്ട്, പിന്നെ ഒരു ഫാൻ്റെ ആവശ്യമില്ല. ഇപ്പോ മോനെ ദിനേശ കേട്ടാ. കിട്ടാൻ ക്യൂവാണ്. കണ്ടിട്ടും കാണാത്തത് പോലെ നീ പോവല്ലേ, കേളുള്ളൊരു രാമണിമുല്ലേ നിൻകനെ പൂലേ. നിൻ ചുണ്ടിൽ കോപക്കനലോ ചെമ്മാനത്തേൻ കുളിയോ. ഇൻസ്റ്റാ ID പേരെന്താ? ജസ്ന സലീം. ഫേസ്ബുക്ക് ID പേരെന്താ? ജസ്ന സലീം. യൂട്യൂബ് ID പേരെന്താ? കണ്ണാ നിനക്കായി ബൈ ജസ്ന സലീം. ഇൻസ്റ്റൻ്റെയും ഫേസ്ബുക്കിൻ്റെ ഒക്കെ അങ്ങനെ ആക്കാൻ പോവുക. പ്രണയം കണ്ണനോട് മാത്രം. എൻ്റെ കയ്യിൽ പൈസ കുറവാണ്. കൃഷ്ണൻ്റെ ഒരു ഫോട്ടോ. ഇവന് ഞാൻ ഒരിക്കൽ മറുപടി കൊടുത്താണല്ലോ, പിന്നെ ഇതന്നെ അയക്കാവ. മതം മാറിയോ? മതം മാറിയതല്ല, മതം വിട്ടതാണ് കേട്ടോ. നമ്മളിപ്പം ഫ്രീ ബേർഡാണ്. മതമില്ലാത്ത കുട്ടി എന്ന് തന്നെ മലയാളത്തിൽ പറയാം. നീ അന്വേഷിപ്പിക്കുമോനെ ദിനേശ? അന്വേഷണം വരട്ടെ, നമുക്ക് സഹകരിച്ചു കൊടുക്കാന്നേ. കണ്ടിട്ടും കാണാത്തത് പോലെ നീ പോവൽ. എന്നാലും നാളെ നന്നാവുള്ളൂലേ, നിനക്ക് ഇന്ന് നന്നാവാൻ പറ്റൂലല്ലേ.
DTDCയിൽ കൊറിയർ അയച്ചതിൻ്റെ ഇതൊക്കെ വന്നിട്ടുണ്ട്. മതം വിട്ടോ അതോ മേലെ എന്തുവാടേ? അവ ഞാൻ മെല്ല ജയ് ശ്രീറാം ഫേക്കാണ് ജയ് ശ്രീറാം. ഒറിജിനൽ ജയ് ശ്രീറാം എന്നൊക്കെ വെച്ചിട്ടുള്ളൊരു നൈമെന്ന് അല്ല, മാന്യമായിട്ടുള്ള ഒന്നും പറയാനും പറ്റൂല. അമ്മനെയും പെങ്ങളെയും മനസ്സിലാക്കുന്ന ആൾക്കാരാണ് ഈ ജയ് ശ്രീറാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഘടനകളിലുള്ള ആൾക്കാരുണ്ടാവുക. അത് അവർക്ക് ടൗസർ അടിക്കണം എന്ന് കരുതിയിട്ടാണ് ഈ ജാതി ജയ ശ്രീരാമാരൊക്കെ നിൽക്കുന്നത്. രാധേ 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 ബ്രദർ. കണ്ടിട്ടും കാണാത്തത്. വിശക്കുന്നോ? ചോറെടുത്തു ഞാൻ വരാം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തിന്നണേ ഞാൻ വേണം, ഉറങ്ങണേ ഞാൻ വേണം, കുളിപ്പിക്കലേ ഞാൻ കുളിപ്പിച്ചേരണോ മോനോ കുഞ്ഞാ? അല്ല ചോറുന്നല്ലേ, ഇനിയിപ്പോൾ അത് തിന്നണ്ട, അവിടെ വെച്ചേ. ഇതാ ഞാൻ ലൈവ് നിർത്തി. അപ്പം എല്ലാവരോടും ബൈ പറയാണ്. എൻ്റെ കുട്ടിക്ക് വിശക്കുന്നുണ്ട്, ഓന് കമ്പനിക്ക് ഞാൻ തന്നെ വേണം. അപ്പോൾ ഇതാണ് പ്രിയേ മാതൃത്വം. ഓക്കെ, അപ്പം എന്നാലും ഞാൻ അവർക്ക് ഫുഡ് കൊടുക്കട്ടെ, ഞാനും ഒന്ന് ഫുഡൊക്കെ കഴിക്കട്ടെ സുന്ദരിയായിക്ക്. അപ്പം മെസ്സേജ് അയച്ച എല്ലാവരോടും താങ്ക് യു സോ മച്ച് പറയുന്നുണ്ട്. തെറി വിളിച്ച ആൾക്കാരോടൊക്കെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാണ്, വീട്ടിൽ കയറി വിളിക്കുക. ഓക്കെ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരോടും ലൈക്ക് ചെയ്ത ആൾക്കാരോടും ഒത്തിരി താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഈ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ സ്വന്തം ജസ്ന സലീം. വീണ്ടും സന്ധിക്കും വരെ വണക്കം.